എത്ര വില ഒന്നേ ഉണ്ടോ? ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ നെസ്ബേബിക്ക് 2 വയസ്സായി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ 2 വയസ്സ് മുതലേ നമ്മളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നെസ്ബേബിയുടെ കാതുകുത്ത്. നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആ ഒരു ടൈം എന്തായാലും 1 വയസ്സ് കഴിഞ്ഞിട്ട് എന്തായാലും കുത്തുന്നില്ല നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായില്ലേ. 2 വയസ്സെല്ലാം ആയിട്ട് കുറച്ച് വലുതായിട്ട് അവൻ തന്നെ കുത്താന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന്. 2 ബർത്ത്ഡേ കഴിഞ്ഞാൽ കുത്താന്ന് പ്ലാൻ ഇട്ടായിരുന്നു. ആ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒരു ദിവസമൊക്കെ കൺഫേം ചെയ്ത് വെച്ചതായിരുന്നു. അപ്പൊ ആ സമയത്താണ് നമ്മുടെ ഷഫ്നാസിന്റെ ഷഫ്നാസിന്റെ നിക്കാഹ് വന്നിട്ടുണ്ടായത് കേട്ടാ. നമ്മള് കാതുത്തുന്ന ആ ഒരു ദിവസവും പിന്നെ ഷഫ്നാസിന്റെ നിക്കാഹ് ഒരു ദിവസം തന്നെ വന്നോണ്ട് അപ്പൊ നമ്മളെ കാതുത്ത് മാറ്റി ചോനത് പെട്ടെന്നായതാണ്. അപ്പൊ അങ്ങനെ നമ്മള് തീരുമാനിച്ചു. പിന്നെ അതിനുശേഷം ഷഫ്നാസിന്റെ നിക്കാഹിന്റെ അന്ന് മുതലാണ് എന്റെ ഫേസിൽ സ്റ്റാർട്ട് ആയത് സംഭവം. പിന്നെ അത് കഴിയാൻ വേണ്ടിട്ട് ഏകദേശം 1 മാസം 1.5 മാസം ഒക്കെ അത് കഴിഞ്ഞിട്ടും എന്താ പറയാ നമ്മള് കാതുത്താൻ വേണ്ടി നോക്കുമ്പോ റമദാൻ മാസം തുടങ്ങി. പിന്നെ നമ്മൾ വിചാരിച്ച് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാളിന്റെ തലേന്ന് നമ്മളൊന്ന് ചെയ്യണം എന്നൊക്കെ ചെറിയൊരു നമ്മള് 27 വീട്ടിൽ പോയിട്ടുണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു ടൈം കാതുത്താന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായില്ലേ. നോമ്പ് കഴിഞ്ഞിട്ട് അതിന്റെ വ്യത്യാസം അല്ലെ. പിന്നെ അങ്ങനെ ഇങ്ങനെയായിട്ട് പറഞ്ഞ പെരുന്നാളല്ലേ വേദനയായിട്ട് എടുക്കേണ്ട, കുഞ്ഞിന്റെ പെരുന്നാൾ വെള്ളത്തിലാക്കേണ്ട വിചാരിച്ചു. ഏതായാലും പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇങ്ങ കുത്തിക്കോന്ന് പറഞ്ഞല്ലേ. പിന്നെ അതിന്റെ ഇടയിൽ ഉമ്മ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അങ്ങനെ പോവാന്നും പ്ലാൻ ഉണ്ടായിന്. അങ്ങനെ ഒരുപാട് പ്ലാൻ ഉണ്ടായിന് കാതുകുത്തിന്. അപ്പൊ ഇന്നാണ് ഗൈസ് നമ്മള് വന്നിരിക്കുന്നത് ഗൈസ്, അതായത് ബുധനാഴ്ച. അപ്പൊ നമ്മള് ഇപ്പൊ നേരെ എന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ ഈ ഒരു ഇത് അതായത് കാതുകുത്ത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്റെ മൂത്തമ്മേടെ മോളാണ്. നമ്മളെ നദീർഖാന്റെ 3 ആൺമക്കൾക്കുള്ള പെൺമക്കൾക്ക് നദീർഖാന്റെ 3 ആൺമക്കളാ ഇവർ ഉമ്മാന്റെ 3 ആമക്കളെ പെൺമക്കൾക്ക് ഇത്താത്തേന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ളത് കമ്മല്. അപ്പൊ ഇത്താത്തേന്ന് കാതുകുത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരാളത് കുത്തിയേട്ടാ, ഇസ്മായിലിന്റെ മുളത് കുത്തി. ഇനിയിപ്പോ നെസുവിന്റെതും അതുപോലെ തന്നെ സിറാജിന്റെ ജമാലിന്റെ കുത്താൻ ബാക്കിയില്ല. അപ്പൊ നമ്മുടെ നെസ്ബേബിക്ക് പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു പ്ലേയിങ് മാറ്റ് ആണ് കേട്ടോ ഇത്. ഓക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് കൊറേ നാളായിട്ടാ നമ്മ നെസ്ബേബിക്ക് ഒരു സംഭവം നോക്കുന്നത്. കുഞ്ഞിലെ നമ്മൾ ഈ ഒരു സംഭവം നോക്കുന്നുണ്ടായിരുന്നു വാങ്ങിക്കാൻ വേണ്ടിട്ട്. നമ്മളെ ബേബി നമ്മളെ ഉമ്മ എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മളെ ബേബീസിന്റെ ഓരോ ഡെവലപ്മെന്റിനും അവരെ ഗ്രോത്തിനും ഈ ഒരു മാറ്റ് നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് 3 മാസം മുതൽ ഈ ഒരു മാറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ആവും. കാരണം നമ്മള് കുട്ടികൾക്ക് ടമ്മി ടൈം ചെയ്യാനായാലും അത് കഴിഞ്ഞിട്ട് കുട്ടികള് എന്ന പ്രായം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ടൈം ഈ മാറ്റിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് സേഫ് ആയിട്ട് കളിക്കാനും ആ ഒരു അവര് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു മാറ്റില്. പിന്നെ അതുപോലെ തന്നെ നടക്കുന്ന പ്രായമായാലും അവര് വീഴാതിരിക്കാനും പിന്നെ വീണാൽ തന്നെ ഒന്നും സംഭവിക്കാതിരിക്കാനും ഈ ഒരു മാറ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു മാറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയാ കളേഴ്സും ഡിഫറെന്റ് പ്രിന്റ്സ് അങ്ങനെ ആയിട്ട് വരുന്ന സാധനം ഉണ്ട് കേട്ടോ. ABCD എന്നുള്ളതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സാധനം ആനിമൽ കിങ്ഡം, അതായത് ആനിമൽസിനെയും കാണിച്ചിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ഈ ഒരു ജിറാഫിനെയൊക്കെ കാണുമ്പോ ഇതെന്താ പറയാ പറഞ്ഞേ, ഇതെന്താ ജിറാഫ്. പിന്നെ ഈ ഒരു മാറ്റിൽ തന്നെ നമുക്ക് എന്താ പറയാ ബേബീസിന്റെ ലെങ്ത് നോക്കാനുള്ള ഒരു സാധനം കൂടി ഉണ്ട്. അതുള്ളത് കൊണ്ട് നമ്മള് ബേബീന്റെ ലെങ്ത്തും കൂടി നോക്കാൻ ഒരു കുറച്ചുകൂടി ഉപകാരമായി. ഞാൻ ബേബിന്റെ ഇതുവരെ ഓളെ ലെങ്ത് എത്രയെന്ന് അറിയുന്നുണ്ടായിട്ടില്ല. ഈ ഒരു മാറ്റ് കിട്ടിയ സമയത്ത് ഞാൻ ഫസ്റ്റ് ചെയ്തത് ഓളെ ഇവിടെ ഇങ്ങനെ കടത്തിയിട്ട് എത്ര സെന്റിമീറ്റർ ഉണ്ട് എന്ന് നോക്കിയതാണ് കേട്ടോ ഫസ്റ്റ് ചെയ്തത്. അപ്പൊ കുട്ടികൾ വീണ് കഴിഞ്ഞാല് എന്താ പറയുക അതിന്റെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ് കുഷനിങ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള 0.8 സെന്റിമീറ്റർ തിക്കാണ് വരുന്നത്. ഈ ഒരു ഡിസൈൻ മാത്രമല്ല കേട്ടോ, വേറെയും അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ളതും ഡിസൈനിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു സാധനമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള പോലത്തെ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. അത് മാത്രമല്ല ഈ ഒരു പ്രോഡക്റ്റ് എക്കോ ഫ്രണ്ട്ലി ആണ് കേട്ടോ, നോൺ ടോക്സിക് ആണ്, BPA ഫ്രീ ആണ്, അതുപോലെ തന്നെ നോൺ പൊല്യൂട്ടിങ് കൂടിയാണ്. ഇതിന്റെ സൈസ് വരുന്നത് എക്സ്ട്രാ ലാർജ് ആണ് കേട്ടോ, അതുപോലെ തന്നെ സോഫ്റ്റ് വെയിറ്റ് ആണ് ഇത്. അപ്പൊ ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നോൺ സ്ലിപ്പറി ബേസ് ആണ് ഇത് വരുന്നത്. നമുക്ക് പെട്ടെന്നൊന്നും സ്ലിപ്പായി പോകാനുള്ള സാധ്യത ഒന്നുമില്ല. അപ്പൊ നമുക്ക് ബേബി കളിച്ചതിന് ശേഷം നമുക്ക് ഇത് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്ത് മടക്കി അങ്ങ് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നെസും മർസി മാച്ചിങ് ഡ്രസ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്.
ബ്ലൂ ഇട്ടിട്ടാണ് പോകുന്നത്. ഞമ്മള് പുറത്തന്നേക്കും. മോളെവിടെ പോകുന്നത്? നെസുവിന്റെ കാത് കുത്താൻ വേണ്ടി പോയെന്ന് പറ. ഇവിടെ കമ്മലിടുവേനിതാ. ഇവിടെ കമ്മലിടുക. ഓളെ ചില സമയത്ത് കാത് കുത്തണം എന്ന് പറയും, ചില സമയത്ത് വേണ്ടാന്ന് പറയും. ഇനിയിപ്പോ കുത്തുമ്പോ എങ്ങനെയാണ് അവസ്ഥ? പാവം. നല്ല വേദനയുണ്ടാവോ? ചെറിയ ഗണ്ണല്ലേ ഇപ്പൊ, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ കണ്ടു പ്രശ്നമില്ലല്ലേ. എന്താണ് ഓള് മിറർ നോക്കിന്ന്. മാറിയേ ഒന്ന് മാറിയേ, ഓളൊന്ന് മിറർ നോക്കട്ടെ. ആ സൂപ്പർ അല്ലേ? സൂപ്പറാന്നറി. പോവല്ലേ? ഞാന് നേരത്തെ ഇത്താത്താനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്താത്ത ഒരു 3:30 അവിടെ എത്താൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇത്താത്തനെ കൂട്ടിട്ടാ നമുക്ക് പോവേണ്ടത്. 3:30 നിങ്ങള് സമയം കുറെ ആയില്ലേ? നമ്മള് മോളതല്ലേ, അപ്പൊ പിന്നെ മോള് മൊഞ്ചത്തി ആക്കണ്ടേ. ബേബി വേഗം വണ്ടി കയറിയിരുന്നു. വരുമ്പോ ഓളെ ടെഡിനോട് ബേബി കാത് കുത്തിയിട്ട് വരട്ടേന്നെല്ലാം പറഞ്ഞിട്ടാ വന്നില്ലേ? ടെഡിനോട് പറഞ്ഞില്ലേ മോള്? കാത് കുത്തിയിട്ട് വരാന്ന് പറഞ്ഞിട്ടില്ലേ? ആളിപ്പളേ മുറപ്പായാ? ഇല്ല, ആക്ക് കൊഴപ്പൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഓള് ബാക്കിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആള് മുമ്പിൽ ഇരിക്കലില്ല, നമ്മളെ കൂടെ ഇരിക്കലില്ല. ഫസ്റ്റ് നമുക്ക് ഉമ്മമാന്റെ അടുത്ത് പോവാ, എന്നിട്ട് ഉമ്മമാനെ കൂട്ടണം, ഉപ്പുമാനെ കേട്ടാ, എന്നിട്ട് മൂത്തൂനെയും കൂട്ടിട്ട് പോവാ. ഇതിലോട്ടെ കറിക്കോ? ആക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിപ്സ്. ചിപ്സ് എന്ന് പറഞ്ഞാൽ തീർന്നു നോക്കല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തില് നന്നായിട്ട് കഴിക്കലുണ്ട്. പിന്നെ ഇപ്പൊ വരുന്ന സമയത്ത് തന്നെ അവള് പറഞ്ഞ കുറച്ച് ചിപ്സ് വാങ്ങി തരണേ പാപ്പാന്ന്. അവിടെ തിരിച്ചു വരുമ്പോ എങ്ങനെയാന്ന് അറിയില്ല അവസ്ഥ. സാധാ കുത്തുമ്പോ എങ്ങനെയാണ് എടുക്കല്? ബലൂൺ തരാൻ നോക്കട്ടാ. എത്ര വേണോ നെസൂന്? എത്ര ബലൂൺ വേണോ? ഒന്നേ വേണ്ടോ? നല്ല മോളാമേ, ഒരു ബലൂണേ വേണ്ടു. കാണിച്ചെടുത്തേ കയ്യിലില്ലേ? കയ്യിൽ മോളെ കയ്യിൽ പോവേ? ഇല്ല ഇല്ല ബലൂണൊന്നും വേണ്ട. വീട്ടിൽ പോവാ. ഏതാ വേണ്ടേ? അത് പുതിയ വാച്ച് വേണം, അവള് പഴയ പോവാട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലേ? ഇതാ സംഭവം. നമ്മള് നേരെ തന്നെ ഫസ്റ്റ് ഇത്താത്താൻ്റെ അടുത്ത് പോയി ഇത്താത്താനെയും കൂട്ടി നേരെ തന്നെ ഉമ്മാനെയും കൂട്ടിച്ചെല്ലാം വന്നത് കേട്ടോ. ഓളോ ആടുന്ന് ഫസ്റ്റ് ബലൂൺ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ബലൂൺ കിട്ടിയിട്ടില്ല. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഫസ്റ്റ് കറക്റ്റ് ഉണ്ടാവല്ലേ. പിന്നെ രണ്ടാമത് അത്ര പിന്നെ അവരെ കാണുമ്പോ കരയാൻ തുടങ്ങി.
ജതുവെല്ലാം അങ്ങനെ കരയുന്നുണ്ടായില്ല ഇടക്ക്. ഒരു സാൻഡ്വിച്ച് ഉണ്ടാവും. ഒന്നിട്ടില്ലോ വീഡിയോ എടുത്തില്ല. എല്ലാവർക്കും എൻ്റെ വക സന്തോഷമായില്ലേ? പോകുന്നതിന്റെ കണ്ട് പേര് പറഞ്ഞ ഡിസ്കൗണ്ട് ഉണ്ടാവും. സന്തോഷമായി. ഇപ്പൊ കാണിച്ചേ എത്ര കാത കുത്തീന് മോളെ? കാതിൽ കാണിച്ചിട്ട് വന്ന പാടന്നെ കാതിൽ കാണിച്ചെടുക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ ഇത് ഇങ്ങനെ തുറക്കലാണ്. ഉണ്ടല്ലേ ഇതാര് വാങ്ങി തന്നെ? മുത്തമ്മ താങ്ക് യു പറ മുത്തമ്മ. അപ്പൊ ഇത്താത്ത വാങ്ങി തന്നിട്ടുള്ള ആ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഇതാണ് കേട്ടാ. ഈ ഒരു കുഞ്ഞ് ഇല ടൈപ്പായിട്ടുള്ള ഒരു കമ്മലാണ്. അല്ല ശരിക്കും അല്ല ഉള്ളത്. അപ്പൊ ഇതാട്ടെ ഇത്താത്ത വാങ്ങി തന്നിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ്. ഇതന്നെ സെയിം കെൻസക്ക് ഉണ്ടായിട്ടുണ്ടായിന്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിന് കേട്ടാ ഈ ഒരു സംഭവം. ഞാൻ കെൻസക്ക് വാങ്ങിക്കൊടുത്ത സമയത്ത് എതിർക്കാനോടും ഉമ്മാനോടും പറഞ്ഞിട്ടുണ്ടായി കെൻസക്ക് നല്ല അടിപൊളി കമ്മല് വാങ്ങിന് എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പൊ ഇപ്പൊ നെസൂന് എന്തായാലും ഇത് ഇടാൻ വേണ്ടി പറ്റൂല. ഒരു മാസത്തിന് ശേഷം എന്തായാലും ഇടാൻ വേണ്ടി പറ്റൂ. പിന്നെന്താന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ആക്ക് ഇവിടെ വന്ന് ആ ഒരു കാത് കുത്തിയതിന് ശേഷം ആക്ക് ഭയങ്കര സങ്കടം ഇല്ലത് കേട്ടാ. തൊട്ടേനും അടുത്തേനും ഇങ്ങനെ ആക്കിയിട്ട് ബാപ്പാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം ഉള്ളത് ആക്ക്. പിന്നെ കാത് കുത്തി ഓള് വണ്ടിയിൽ കയറിയ പാടെ തന്നെ പറഞ്ഞു കാത് കുത്തിയത് ബേബിക്ക് ഇഷ്ടായിട്ടില്ല, ഊരിത്തായത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിനല്ലേ. പിന്നെന്താ ഇവിടെ വന്ന് പിന്നെ കുറച്ചൊക്കെ സമാധാനിപ്പിച്ച് പിന്നെ നെസോന്റെ കൂടെ കളിച്ചല്ലേ നമ്മള്. പിന്നെ ഇന്നാക്ക് ഉറങ്ങണിച്ചതിന് ശേഷം വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളെ ആ ഒരു വീഡിയോയില്ലേ കാത് കുത്തുന്ന വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. ഇൻസ്റ്റയില് ഷോർട്ട് ഇട്ടിട്ടുണ്ടായിന്. അത് കാണുമ്പോ തന്നെ ബാപ്പ അത് വെക്കണ്ട ബാപ്പ എനിക്ക് സങ്കടാകും പറഞ്ഞിട്ട് കരച്ചിലാണ്. ഇന്ന് അത് കാണിച്ചു കൊടുക്കുമ്പോ ആക്ക് ഭയങ്കര സങ്കടാണ്. ഒന്നാമത്തത് ഫസ്റ്റിലത്തെ കാത് കുത്തിയ സമയത്ത് ഓള് നല്ലോണം പേടിക്കുകയും ചെയ്തിന്. പിന്നെ ആ ഒരു വേദന ഇതെല്ലാം ആയിട്ടോക്ക് ഭയങ്കര പേടിയുണ്ടായിന്. അതുകൊണ്ടാണ് സെക്കൻഡ് കെട്ടിപ്പിടിച്ചടങ്ങിയിരിക്കത്. അവള് പറഞ്ഞു മറ്റേ ചെവി എന്തായാലും കാണിക്കൂലെന്ന് തന്നെ ഉണ്ടായി. പൊത്തിപ്പിടിച്ച് വേണ്ട വാപ്പ കുത്തും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിചാരിച്ചെന്നാ കുറച്ച് ആ കരന്റെ ക്ഷീണത്തിൽ കുറച്ച് ചെറിയൊരു ഉറക്കം പോലെ വന്നു. ഞാൻ വിചാരിച്ചെന്നാ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഉറക്കാൻ വേണ്ടി നോക്കി. ഏകദേശം കണ്ണെല്ലാം പൂട്ടി ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. പക്ഷെ നേരത്തെ ഉറക്കുന്നു നോക്കറിയാം. ഉറങ്ങിക്കഴിഞ്ഞാല് എന്തായാലും അടുത്ത് കുത്തുന്ന് അറിയാം. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് അങ്ങനെ ടൈറ്റ് പിടിച്ചിട്ട് അങ്ങനെ കുത്തി അങ്ങ് തീർക്കും. പിന്നെ അങ്ങനെയല്ലോ ഞാനെങ്ങനെയല്ലോ പിടിച്ചെന്ന് കേട്ടോ. പൊതുവെ വെച്ചാല് എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്ന ഒരാളാണ്. അതുപോലെ നമുക്കതൊരു ചടങ്ങാണെങ്കിലും ഉണ്ടല്ല ഓക്കത് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പരിപാടി തന്നെയല്ലേ. ഞാനൊരു ലോല മനസ്സിലാണ് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയാ പെട്ടെന്ന് കരച്ചിൽ വരുന്ന ആളാണ്. അപ്പൊ എനിക്ക് 6 വർഷം കൂടി കിട്ടിയൊരു മോള്. അപ്പൊ അവൾക്കൊരു ഇങ്ങനെല്ലാം ഞാനെങ്ങനെയാ പിടിച്ചു നിൽക്കല്ലേ കർച്ചി. പക്ഷെ ഞാന് മാക്സിമം ഉണ്ടല്ലോ കണ്ണു നിങ്ങൾ വെള്ളം വരാണ് ഇങ്ങനെ പിടിച്ചു തന്നിട്ടുണ്ടായി. എന്റെ വീട് ആരും എടുത്തിട്ടില്ല കൊണ്ട്. ഇവർ ഇമോഷന് പുറത്തേക്ക് കാണിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഞാൻ എന്റെ ഇമോഷൻസ് ഉള്ളിൽ വെക്കുന്ന ആളാണ് അല്ലേ. ഞാൻ അങ്ങനെ പൊതുവെ കരയുന്ന ആളല്ല. കരിയെങ്കിലും ആരും കാണാണ്ട് കരയുന്ന ആളാണ് അല്ലേ. ആരും മുമ്പിലും അങ്ങനെ കരയാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല അല്ലേ. നിങ്ങെന്തോ എന്റെ സപ്പോർട്ട് ചെയ്ത് പറയാത്തത് നിങ്ങളെ കുറെ പൊക്കടിച്ചില്ലേ. പിന്നെ അപ്പൊ നമ്മളെ മോളെ കാത് കുത്ത് വീഡിയോ 2 വയസ്സ് കഴിഞ്ഞിട്ടാ. നമ്മളെ ഇൻസ്റ്റയില് ഒരു കമന്റ് ഉണ്ടായി നമ്മള് എത്ര വയസ്സായി എന്നൊക്കെ ചോദിച്ചിട്ട്. 2 വയസ്സ് കഴിഞ്ഞ് ഫീഡിങ്ങിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഇതും എല്ലാം ഒന്നര ഇതിലായിപ്പോയി. അതിന്റെ സങ്കടം ഉണ്ട് ഓൾറെഡി ഒക്കെ. മൊത്തത്തില് സങ്കടം തന്നെ. സങ്കടം ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ല, ശരിയായി വരും. അങ്ങനെ തന്നെയല്ലേ. പിന്നെ അത് മാത്രല്ല നമ്മൾ ഈ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കുഞ്ഞിക്ക് മാത്രല്ല നമ്മുടെ ഉമ്മമാർക്കും ഇമോഷണലി ഭയങ്കര ഫീലിങ്സ് ഇവിടെക്കാള് സങ്കടം എനിക്കുണ്ടായി. ഞാൻ നിങ്ങൾക്ക് എന്തിനാ സങ്കടം? ഞാനും മോളും തമ്മിലുള്ള ആ ഒരു ടച്ച് അല്ലേ ഇവിടുന്ന്.
അമ്മ ഈ ജനിച്ചത് മുതൽ ഈ ഒരു ടൈം വരെ നമ്മളെ ആ ചൂടും പറ്റിയ ആ ഒരു ഇതിലില്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഫീഡ് ചെയ്യാത്തോണ്ട് ഇപ്പൊ എന്റെ കൂടെയാണ് കിടത്തോ, എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ എടുത്ത് കിടന്നിട്ടൊക്കെയാണ്. അപ്പൊ അവളുടെ ഫേസ് കാണുമ്പോ ഇതൊക്കെ കാണുമ്പോ എനിക്കൊരു സങ്കടം ഇത്. പിന്നെ കുഴപ്പമില്ല, 2 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ അവളെ ഫീഡ് ചെയ്തിട്ടുണ്ടായിന്. അതുകൊണ്ട് 2 മാസമായില്ലേ, 2 മാസം 2 മാസമായി. വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും അപ്പൊ ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യല്ലേ. നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, ബൈ.